ഹേ യോൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഷ്റൂം കൊണ്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് കൊണ്ടാണ്. മഷ്റൂം വെച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചീസ് സ്റ്റഫ്ഡ് മഷ്റൂംസ്. വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഞാൻ മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇത് 200 ഗ്രാമാണ് കേട്ടോ ഈ പാക്കറ്റിൽ വരുന്നത്. നമ്മൾ മഷ്റൂംസ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ളതിന് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് കുറച്ച് വലിപ്പമുള്ള മഷ്റൂമാണ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളിതിൽ സ്റ്റഫൊക്കെ ചെയ്യുന്ന സമയത്ത് മഷ്റൂം കുക്കായി വരുമ്പോൾ ഇതൊന്ന് ചുരുങ്ങി വരും കേട്ടോ സൈസ്. അപ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഫൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മസാല അതിൽ വെക്കാമല്ലോ. അതുകൊണ്ട് കുറച്ച് വലിയ സൈസിൽ, ഏകദേശം ഈ ഒരു സൈസിൽ കേട്ടോ. അത്ര വലുത് കിട്ടുമോയെന്ന് അറിയില്ല, വലുത് കിട്ടിയാൽ അത്രയും നല്ലത്. ഈ ഒരു സൈസെങ്കിലും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇത് ചൂടുവെള്ളത്തിലൊന്നും ഇട്ടിട്ട് വാഷ് ചെയ്യുന്നില്ല, ജസ്റ്റ് നോർമൽ വാട്ടറിൽ ഇതിൻ്റെ മേലെയുള്ള പൊടികളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂംസൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുള്ള ലെയർ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പീൽ ചെയ്ത് കൊടുക്കണം. ഈസി ആയിട്ട് തന്നെ നമുക്കിതിൻ്റെ സ്കിന്ന് പീൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത്ര പണിയൊന്നുമില്ല. നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇതിൻ്റെ സ്റ്റെമ്മ് റിമൂവ് ചെയ്യുന്ന സമയത്ത് മഷ്റൂം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അതിൽ വിള്ളലൊക്കെ വരും. പിന്നെ നമ്മൾ മസാല ഒക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവില്ല, പിന്നെ മസാല പുറത്തൊക്കെ ആയിപ്പോവുമല്ലോ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്റ്റെമ്മ് റിമൂവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് പിടിച്ചാൽ മതി മഷ്റൂം. പിന്നെ നമ്മളിപ്പോൾ കൈ വെച്ചിട്ട് ഇതിങ്ങനെ പീല് ചെയ്യുന്നില്ലെങ്കിൽ സ്പൂണോ കത്തിയോ ഒക്കെ വെച്ചിട്ട് ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതി കേട്ടോ. ഇനി ബാക്കി എല്ലാ മഷ്റൂംസും നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി ഇതാ ക്ലീൻ ചെയ്ത മഷ്റൂംസ് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. മഷ്റൂംസ് കട്ട് ചെയ്യരുത്, മഷ്റൂംസിലാണ് നമ്മളിത് മസാല ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് മഷ്റൂംസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സ്റ്റെംസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പൊടി ആയിട്ട് സ്റ്റെം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ റെസിപ്പി റെഡിയാക്കുന്നത് ഡിന്നറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സൈഡ് ഡിഷൊന്നും ആയിട്ടല്ല, മഷ്റൂം മാത്രമാണ് റെഡിയാക്കുന്നത്. ഹെവി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. 2-3 കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും. ചീസൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ഹെവിയാണ്. പിന്നെ നമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഒരു ചീസൊക്കെ ചേർത്തിട്ടുള്ള ഐറ്റംസ് കുട്ടികൾക്ക് പൊതുവേ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് കുട്ടികൾക്ക് എന്തായാലും സർപ്രൈസ് ആവും. നമ്മൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇൻഷാ അല്ലാഹ് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഈ റെസിപ്പി ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. അല്ലെങ്കിൽ സ്റ്റാർട്ടറൊക്കെ ആയിട്ട് കഴിക്കാം. പിന്നെ ഹെവി ആയത് കൊണ്ടാണ്, പിന്നെ ഡിന്നറൊക്കെ അല്ലേ, കുറച്ച് മതി എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് മാത്രം കഴിക്കുന്നത്. എനിക്ക് ഇത് തന്നെ ഹെവി ആയിട്ട് തോന്നിയത് കൊണ്ടാണ് കേട്ടോ. നമുക്കിപ്പോൾ എങ്ങനെയാണോ നമുക്കിഷ്ടം അങ്ങനെ കഴിക്കാം. ഞാനിപ്പോൾ ഇതാ കംപ്ലീറ്റ് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ മഷ്റൂംസിൻ്റെ നേരത്തെ ക്ലീൻ ചെയ്ത മഷ്റൂംസ് ഇല്ലേ, അതിൻ്റെ ഈ ഒരു പോർഷനില്ലേ ഉള്ളിലുള്ള ബ്ലാക്ക്, ആ ഒരു പോർഷൻ ഞാനൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കളയാനല്ല, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മസാല ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. പക്ഷെ നമ്മളിത് മസാല ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉള്ളിലൊന്ന് സ്പേസ് വേണം. അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള മഷ്റൂമിൻ്റെയും ഇതേപോലെയുള്ള ബ്ലാക്ക് പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം, ഈ ഒരു പോർഷൻ നമുക്ക് കളയണ്ട, സ്റ്റെമ്മിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് മസാല റെഡിയാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി പെട്ടെന്ന് ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഉരച്ചെടുക്കരുത്, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുരണ്ടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ വരും കേട്ടോ. ഇത് മസാല ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൊന്ന് സ്പേഷ്യസ് ആയിരിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ മസാല കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണം കേട്ടോ. എന്നാലും നമ്മൾക്ക് കൂടുതൽ മസാല മഷ്റൂമിൻ്റെ ഉള്ളിൽ ഫില്ലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യല്ലേ. ഞാനിത് കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള ബ്ലാക്ക് പോർഷൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇതിൽ സ്റ്റഫ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടി
ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഞാനിത് 10 ഗ്രാമിൻ്റെ ഒരു ചെറിയൊരു പാക്കാണ്. 10 ഗ്രാം ഇതിൻ്റെ പുറത്തുള്ള ഒരു മെഷർമെൻറ്റ് പറഞ്ഞാണ്. 10 ഗ്രാം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് മെൽറ്റാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഈ ബട്ടറിലേക്ക് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. 1/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 ടേബിൾ സ്പൂണിൻ്റെ പകുതി കുറച്ച് മതിയേ. വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. 3 വേണ്ടെങ്കിൽ കുറച്ച് കുറക്കാട്ടെ. ഞാൻ കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചേർത്താണ്. ഇപ്പം നമ്മളെ മക്കൾക്കൊന്നും എരിവ് അത്ര ഇഷ്ടമായിരിക്കില്ലല്ലോ, അന്നേരം കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നത് 1/4 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചിൻ്റെ കുറച്ച് കുറവാണ് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തത്, അതൊന്ന് ശ്രദ്ധിക്കണേ. മഷ്റൂംസിനൊക്കെ വെളുത്തുള്ളിനേക്കാളും എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് ഇഞ്ചി കൂടുതൽ ചേർക്കുമ്പോഴാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പോളം വരും കേട്ടോ. അത്ര മതി. ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ. 1/2 കപ്പോളം തക്കാളി വരും. ഞാനിതങ്ങനെ മെഷർമെൻറ്റ് വെച്ചിട്ടില്ല. ഒരു ചെറിയ തക്കാളി അങ്ങനെ എടുത്താണ്. ഒരു 1/2 കപ്പോളം വരുവേ. 1 കപ്പ് ഉള്ളി 1/2 കപ്പ് തക്കാളി കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മഷ്റൂമിൽ വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഫില്ലിങ്ങിൽ ഉപ്പ് കറക്റ്റായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ഞാൻ ഇതിലേക്ക് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫസ്റ്റിൽ തന്നെ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്ര എരിവൊന്നും ഇല്ലാത്തതാണ്. കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലയാണ്, ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ഒരു കാര്യം മിസ്സായിപ്പോയി, ഞാൻ ക്യുമിൻ സീഡ്സ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ മിസ്സായിപ്പോയതാണ്. 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്സാണ് ഞാൻ ആദ്യം ഗാർലിക്ക് ചേർത്ത സമയത്താണ് ചേർത്ത് കൊടുത്തത്. അതിപ്പോൾ ചേർത്താലും കുഴപ്പമില്ല. ഇനി ക്യുമിൻ പൗഡറാണെന്നുണ്ടെങ്കിൽ പൗഡറായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച മഷ്റൂമിൻ്റെ സ്റ്റെം ഉണ്ടല്ലോ, അതും പിന്നെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് വെച്ച മഷ്റൂമിൻ്റെ ഒരു ബ്ലാക്ക് പോർഷനും ഇല്ലേ, അത് രണ്ടും ഞാൻ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ കൂടുതൽ കുക്കിംഗ് ടൈം ഇല്ല കേട്ടോ, പെട്ടെന്ന് കുക്കായിട്ട് വരും. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ മഷ്റൂം കുക്കായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റി കൊടുത്താൽ മതി. കൂടുതൽ നേരം അടച്ച് വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് ഇത്ര വേണ്ടെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ കുരുമുളകിൻ്റെ അളവ്. പിന്നെ നമ്മുടെ മസാല ഇങ്ങനെ ഡ്രൈ ആയിട്ടല്ലേ കിടക്കുന്നത്, നമുക്ക് കുറച്ച് വെറ്റ് ടൈപ്പ് മസാലയാണ് വേണ്ടത്. സ്റ്റഫ് ചെയ്യാനൊക്കെ കുറച്ച് വെറ്റായിട്ടുള്ള മസാലയാണ് നല്ലത്. അതിന് വേണ്ടി ഞാൻ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസല്ല, പ്രോസസ്ഡ് ചീസ് ഏതായാലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഉള്ളി തക്കാളി ആ ഒരു മെഷർമെൻറ്റിൽ ഒരു സ്ലൈസ് ചീസ് കറക്റ്റാണ് കേട്ടോ, പെർഫെക്റ്റാണ്. ഇനി ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചീസ് മെൽറ്റാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണേ. 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാത്തത്. നല്ല ടേസ്റ്റാണ് മല്ലിയിലും, മഷ്റൂമിൻ്റെ ഒരു ഫ്ലേവറിന് മല്ലിയില നല്ല ടേസ്റ്റാണ്. ഞാനിത് 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താണ്. ഇപ്പോൾ ഇത് നമ്മുടെ മസാല നല്ല വെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മഷ്റൂമിൽ സ്റ്റഫ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച മഷ്റൂമിലേക്ക് ഞാൻ ഈ മസാല വെച്ച് കൊടുക്കുകയാണ്. ഞാൻ 1.5 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ
പ്രത്യേകിച്ച് മെഷർമെൻറ്റ് പറയുന്നില്ല. ഇപ്പോൾ എടുക്കുന്ന മഷ്റൂമിൻ്റെ സൈസ് പോലെ ഇരിക്കും കേട്ടോ. അത് നോക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. നല്ല പ്രസ് ചെയ്തിട്ട് നല്ല നിറയെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല പ്രസ് ചെയ്തിട്ട് നല്ല ഷേപ്പ് ചെയ്തെടുത്താൽ മതിയേ. ഇനി ഇതാ ബാക്കിയെല്ലാ മഷ്റൂമിലും നമുക്ക് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ കാണാൻ തന്നെ നല്ല മുഞ്ചുണ്ട്. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ സ്റ്റഫ് ചെയ്ത് വെച്ച മഷ്റൂമിൻ്റെ മേലേക്ക് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഷ്രെഡ് ചെയ്ത ചീസ് ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ സ്ലൈസസേ ഉള്ളൂ. അത് ഞാനിപ്പോൾ മഷ്റൂമിൻ്റെ സൈസിന് കണക്കായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൊസറല്ല ചീസല്ല, ഇതുപോലെയുള്ള ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ മസാല കവറാകുന്ന രീതിയിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചീസ് അത്ര ഒന്നും വേണ്ടെങ്കിൽ ചെറിയൊരു പീസ് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കൂടുതൽ ചീസ് ആയിക്കഴിഞ്ഞാലാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. എനിക്കിപ്പോൾ 1.5 സ്ലൈസ് ചീസാണ് ഇവിടെ വേണ്ടി വന്നത്. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ റെഡിയാക്കിയിട്ട് വരാം. ഇനി ഈ മഷ്റൂം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിൽ 1 ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മഷ്റൂംസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ മഷ്റൂമിന് കൂടുതൽ നേരം കുക്കൊന്നും ആണ്ട് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ മഷ്റൂം കുക്കായിട്ട് വന്നോളും. അതേപോലെ തന്നെ അതേ സമയം കൊണ്ട് തന്നെ ചീസും മെൽറ്റായിട്ട് വരും. ഇതിലുള്ള വാട്ടറിൽ തന്നെ നമ്മൾ മഷ്റൂമിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാട്ടറിൽ തന്നെ ഇത് പെട്ടെന്ന് കുക്കായിട്ട് വരും. ഇത് കണ്ടോ, ഞാൻ ആകെ ഒരു 4 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ ചീസ് സ്റ്റഫ്ഡ് മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു റെസിപ്പീസായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.